Hello everyone, welcome to Adira's Easy Talks. So, അപ്പോൾ നമ്മൾ കൾച്ചർ സ്റ്റഡീസിന്റെ ക്ലാസ്സുകളൊക്കെ ഒരുവിധം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ലിറ്റററി ക്രിറ്റിസിസം ഏരിയ ആണ് കവർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സോ അതിന്റെ ഫസ്റ്റ് ടോപ്പിക് ആയിട്ട് വരുന്നത് തിയറി ഓഫ് രസയാണ്. ഓക്കെ, അപ്പം ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും ക്ലാസ്സുകളൊക്കെ തന്നെ ഈ ചാനൽ വഴി ലഭ്യമാകുന്നതാണ്. ലിറ്ററേച്ചർ ബേസ്ഡ് ക്ലാസ്സുകളെല്ലാം തന്നെ അവൈലബിൾ ആക്കുന്നതാണ്. സോ നമുക്ക് സമയം കളയാതെ തന്നെ ടോപ്പിക്കിലേക്ക് കടക്കാം. തിയറി ഓഫ് രസ. സോ തിയറി ഓഫ് രസയിലേക്ക് കടക്കുന്നതിന് മുൻപ് എന്താണ് ലിറ്റററി ക്രിറ്റിസിസം? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഇറ്റ് ഈസ് ദ സ്റ്റഡി, ഇവാലുവേഷൻ ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ലിറ്ററേച്ചർ. അപ്പം മറ്റൊന്നുമല്ല, ഒരു ലിറ്റററി വർക്കിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്, അതിൻ്റെ സ്റ്റഡി, അതിൻ്റെ ഇവാലുവേഷൻ, ഇന്റർപ്രിട്ടേഷൻ ആണ് ലിറ്റററി ക്രിറ്റിസിസത്തിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. സോ ഈ ലിറ്റററി തിയറിയെ നമുക്ക് ഏതൊക്കെ രീതിയിൽ ക്ലാസിഫൈ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, we can classify it into 8 types. The first one is language, namely Alankara and Vakrokti. The second one is style and compositional value, namely Guna or Dosha, Ridi and Aujitya. And the third one is verbal symbolism, namely Dwani. The fourth one, aesthetic experience, namely Rasa. So today's presentation we are covering this area, aesthetic experience, the theory of Rasa. Then the fifth one is narrative, namely Mahakavya. The sixth one is discourse analysis, namely Yuktis. And the seventh one is comprehensive analysis. The eighth one, interpretation. അപ്പം ഇത്രയും ക്ലാസിഫിക്കേഷൻ ആണുള്ളത്. അതിലെ ഒന്നാണ്, ദ ഫോർത്ത് ക്ലാസിഫിക്കേഷൻ ആണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്, ദാറ്റ് ഈസ് ദ തിയറി ഓഫ് രസ. ഓക്കെ, സോ ടോക്കിംഗ് അബൌട്ട് ദ ഒറിജിൻ ഓഫ് രസ. രസ എങ്ങനെയാണ്, ഇതിന്റെ ഒരു ഡെവലപ്മെന്റ് എവിടെ നിന്നിട്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, in the 4th century AD, Bharata in his Natishastra derived the theory of art. Okay, അപ്പോൾ 4th century AD യിലുള്ള നമ്മുടെ ഭാരത, അദ്ദേഹം നാട്യശാസ്ത്രയിൽ എന്ത് ചെയ്തു, ആർട്ടിന് വേണ്ടിയിട്ട് ഒരു തിയറി കൊണ്ടുവന്നു. ആൻഡ് ദിസ് തിയറി ഫോക്കസ്ഡ് ഓൺ ദ ഐഡിയ ഓഫ് രസ ഫോർ ദ ഫസ്റ്റ് ടൈം. ഈ ഒരു തിയറിയിലാണ് ഐഡിയ ഓഫ് രസ എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ് വരുന്നത്. And it was later elaborated, developed by many learned scholars, philosophers and theoreticians. So ഈ ഒരു തിയറി, ഇദ്ദേഹം കൊണ്ടുവന്ന ഈ രസ തിയറി അല്ലെങ്കിൽ ഈ തിയറി ഓഫ് ആർട്ട് പിന്നീട് കുറെ ഫിലോസഫേഴ്സും സ്കോളേഴ്സും തിയറിറ്റീഷ്യൻസും ഒക്കെ കൂടി ഡെവലപ്പ് ചെയ്യുകയുണ്ടായി. സോ അതിൽ പെടുന്ന കുറച്ച് തിയറിറ്റീഷ്യൻസിന്റെ പേര് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും. ദേ ആർ അഭിനവ് ഗുപ്ത, ഭട്ടതൗട്ട, ഭട്ടലോലത, കുന്തക, ദണ്ഡിൻ, മമത, വാമന, രുദ്രത, വിശ്വാനന്ദ, ബാമഹ and Jagannatha contributed greatly to the development of Indian aesthetics. So Abhinava Gupta's Dvanyaloka revolutionized Sanskrit literary theory by proposing that the main goal of good poetry is the evocation of a mood or flavor. അപ്പം നമുക്ക് മെയിൻ ആയിട്ട് കാണാൻ സാധിക്കുന്ന ആരാണ് ഈ ഒരു തിയറി ഡിറൈവ് ചെയ്തെടുത്തത്? ഇറ്റ് ഈസ് ഭരത. ആൻഡ് ഇതിൽ മേജർ ആയിട്ട് കുറച്ച് തിയറിറ്റീഷ്യൻസിനെയും പ്രാക്ടീഷണേഴ്സിനെയും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദെൻ ഇതിനെ ഒന്ന് റെവല്യൂഷനൈസ് ചെയ്തെടുത്തത് അല്ലെങ്കിൽ ഇതൊന്ന് ഡെവലപ്പ് ചെയ്തെടുത്തത് നമ്മുടെ അഭിനവ ഗുപ്തയാണ്. അദ്ദേഹത്തിന്റെ ധ്വന്യലോകയിലൂടെയാണ് ഈ ഒരു തിയറിയുടെ ഡെവലപ്മെന്റ്, അല്ലെങ്കിൽ ഇതിനൊരു ഒരു പ്രൊപ്പോസൽ കൊടുത്തു. എന്താണ്? ദ മെയിൻ ഗോൾ ഓഫ് ഗുഡ് പോയിട്രി ഇസ് ദ ഇവോക്കേഷൻ ഓഫ് മൂഡ് ഓർ ഫ്ലേവർ. നല്ലൊരു പോയിട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് ഇവോക്കേഷൻ ഓഫ് മൂഡ് അല്ലെങ്കിൽ ഫ്ലേവർ ആണെന്ന് ധ്വന്യലോകയിലൂടെ അഭിനവ ഗുപ്ത പറയുകയുണ്ടായി. ഓക്കെ, സോ ദ തിയറി ഓഫ് രസ ഈസ് അട്രിബ്യൂട്ടഡ് ടു ഭരത. സോ ഹു ഈസ് ദിസ് ഭരത? ഹീസ് എ സേജ് ഹു ലീവ്ഡ് sometimes between the 1st century BC and the 3rd century BC. And the theory Rasa was developed by the rhetorician and philosopher Abhinava Gupta, and he applied it to all varieties of theatre and poetry. നാട്യശാസ്ത്രയിലാണ് രസ തിയറിയുടെ ഡിസ്ക്രിപ്ഷൻ ഭരത മുനി കൊടുത്തത് എങ്കിൽ അഭിനവ ഗുപ്ത എന്ത് ചെയ്തു? ഹി അപ്ലൈഡ് ഇറ്റ് ഇൻ തിയേറ്ററിക്കൽ ആർട്ട് ഫോംസ്, ഇൻ തിയേറ്റർ, ഇൻ പോയിട്രി എക്സെട്ര. And the principal human feelings according to Bharata are delight, laughter, sorrow, anger, energy, fear, disgust, heroism and astonishment. ആൻഡ് ഇങ്ങനെയുള്ള ഫീലിങ്സ് ഒക്കെ എന്തിലേക്ക് കണ്ടംപ്ലേറ്റ് ചെയ്യാന്നാ പറഞ്ഞേക്കുന്നത്? ഇറ്റ് കണ്ടംപ്ലേറ്റ് ടു ഫോം ദ വേരിയസ് രസാസ്. ഓക്കെ, ഇങ്ങനെയുള്ള ഫീലിങ്സ് ആണ് രസമുണ്ടാക്കുന്നത്.
The rasas include erotic, comic, pathetic, furious, heroic, terrible, odious, marvelous, and quietistic. And these rasas compromise the components of aesthetic experience. അപ്പോൾ ഒരു വർക്ക് ഓഫ് ആർട്ടിൽ ഒരു എസ്തെറ്റിക് എക്സ്പീരിയൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ രസ ഉപയോഗിക്കുന്നതെന്ന് പറയുന്നു. Then, what are the major features of Rasa theory? Rasa means aesthetics, juice, essence, taste in performance. Rasa is an undefinable realization and intense feelings with detachment. It is a flavor, general or aesthetic emotion, metaphorical. Okay, it is the soul of poetry. And Rasa is an emotion and cannot be described in opposition to Aristotle. Then, originally Rasa means juice, essence or elixir. It is the pleasure experienced by each class of people. അപ്പോൾ ഒരു വർക്ക് ഓഫ് ആർട്ടിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന പ്ലഷറിനെ ഓൾ ടുഗദർ ചെയ്യുന്ന എസ്തെറ്റിക് പ്ലഷറിനെ ഓൾ ടുഗദർ ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത് രസ. സോ ഇറ്റ് ഈസ് എ ജ്യൂസ്, ഇറ്റ് ഈസ് എ എസൻസ് ദാറ്റ് വി ഗെറ്റ് ഫ്രം എ പെർഫോമൻസ്. No other words can define Rasa completely. It is the impression created on the mind of the sympathetic audience by the expression of bhavas and it experienced by it. സോ ഇത് ഒരു ഓഡിയൻസിന്റെ മൈൻഡിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു മൂഡാണ് ദ എക്സ്പ്രഷൻ ഓഫ് ഭാവാസ്. അതായത് ഈ പെർഫോം ചെയ്യുന്ന ആളുടെ ഇമോഷൻസ് ഭാവാസിലൂടെ ഓഡിയൻസിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒന്നാണ്. ആ ഒരു പ്ലഷറബിൾ എക്സ്പീരിയൻസിനെ നമുക്ക് രസ എന്ന് പറയാൻ സാധിക്കും. ആൻഡ് രസ ഈസ് നോട്ട് എക്സ്പീരിയൻസ്ഡ് ഇൻ കോമൺ സിറ്റുവേഷൻസ് ബട്ട് ഓൺലി ഇൻ ആർട്ട് ഫോം. സാധാരണ സിറ്റുവേഷൻസിലൊന്നും ഈ രസ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കില്ല എന്ന് പറയുന്നുണ്ട്. ദെൻ വേർ ഇസ് രസ? This rasa can only be experienced in the art forms. The bhava and rasa nishpadi. So rasa and determinants ഒന്ന് നോക്കാം. Rasas are created by bhavas, the gestures and facial expression of the actors. എങ്ങനെയാണ് രസ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്? അതായത് ഭാവാസിലൂടെ. ഭാവാസ് എന്താണ്? ഇറ്റ് ഈസ് എ gesture, it is the facial expression of the actor who is performing the art. The rasa is said to arise when the STHAYIBHAVA in the individual is awakened by his perception of the vibhavas, anubhavas, vyabhichari bhavas and Sattvic bhavas. So, ഈ രസം എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ when STHAYIBHAVA, കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഭാവാസ് ഇൻ ദ ഇൻഡിവിജ്വൽ, ഒരാളുടെ ഉള്ളിലെ സ്ഥായി ഭാവങ്ങൾ ഉണർത്തുന്നു. ഏതുവഴി? ത്രൂ ദ പെർസെപ്ഷൻ ഓഫ് വിഭവാസ്, അനുഭവാസ്, വ്യഭിചാരി ഭാവാസ് ആൻഡ് സാത്വിക് ഭാവാസ്. ഇതൊക്കെ എന്താണെന്ന് നമ്മൾ ഇനിയുള്ള പ്രസന്റേഷനിൽ ഇൻഡിവിജ്വൽ ആയിട്ട് നോക്കിക്കാണും. സോ ഫസ്റ്റ്, സ്ഥായി ഭാവാസ്. സ്ഥായി ഭാവാസ് ആർ കമ്പാരിറ്റീവ്ലി സ്റ്റേബിൾ ആൻഡ് ലാസ്റ്റ് ലോങ്ങർ. They are frequent and more powerful. Generally, all human beings experience them now and then. Okay. So, സ്ഥായി ഭാവാസ് എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ആയിട്ടുള്ള ആക്സിലറി ഇമോഷൻസ് ആണ്. ഇത് എപ്പോഴും നമ്മുടെ ഉള്ളിൽ വന്നും പോയിക്കൊണ്ടിരിക്കുന്ന കുറച്ച് സെറ്റ് ഓഫ് ഇമോഷൻസ്. ആൻഡ് സ്ഥായി ഭാവാസ്, സഞ്ചാരി ഭാവാസ് ഓർ വ്യഭിചാരി ഭാവാസ് ആർ സെറ്റ് ടു ബി 33 ഇൻ നമ്പർ. അപ്പം സ്ഥായി ഭാവാസ് എത്ര ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 33 ഓർത്തിരിക്കുക. ദെൻ സഞ്ചാരി ഭാവാസ് ഓർ വ്യഭിചാരി ഭാവാസിന്റെ ലിസ്റ്റ് ആണ്. ഒരു 33 നമ്പർ ഉണ്ടെന്ന് പറഞ്ഞു. സോ അത് സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഡെസ്പോണ്ടൻസി ഓർ ഇൻഡിഫറൻസ്, വീക്ക്നെസ്, ലാംഗ്വിഷിംഗ്, apprehension, envy or jealousy, intoxication, fatigue, indolence, depression, anxiety, depression, recollection, memory, contentment, shame, inconsistency, then joy, agitation, arrogance, stupor, despair, longing, sleep, epilepsy, dreaming, awakening, indignation, dissimulation, ferocity, resolve, sickness, insanity, death, terror, trepidation. സോ ഇതൊക്കെയാണ് സ്ഥായി ഭാവാസ്, അതായത് സ്ട്രോങ് ആയിട്ടുള്ള ഇമോഷൻസ് എന്ന് പറയുന്നത്. ദെൻ ദ വ്യഭിചാരി ഭാവാസ്, ദാറ്റ് ഈസ് ദ എന്താ പറയുക, കോംപ്ലിമെന്ററി ഇമോഷണൽ സ്റ്റേറ്റ്. അതായത് സ്ഥായി ഭാവയ്ക്ക് കോംപ്ലിമെന്റ് ആയിട്ട് വരുന്ന കുറച്ച് ഇമോഷൻസ്. ദേ ആർ ദ ട്രാൻസിയന്റ് ഇമോഷൻസ് വിച്ച് അറൈസ് ഇൻ ദ കോഴ്സ് ഓഫ് മെയിൻറ്റെയിനിങ് ആൻഡ് ഡെവലപ്പിംഗ് ദ ബേസിക് മൂഡ്. അപ്പം ഈ ഒരു സ്ഥായി ഭാവയ്ക്കൊപ്പം തന്നെ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന കുറച്ച് ബേസിക് ഇമോഷൻസ്. So they are transient emotions which arise in the course of maintaining and developing basic mood. അപ്പം ഒരു ബേസിക് മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ എന്താ പറയുക ഈ ഇമോഷൻ സഹായിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇഫ് ദ ബേസിക് മൂഡ് ഇസ് ലവ്, joy in union and anguish in separation will be the accompanying auxiliary emotions. Okay, then
Vibhavas. So vibhavas are the stimuli such as the story, the stage and the actors responsible for the awakening of the sthayis. അപ്പൊ എന്താണ് വിഭവാസ്? എന്താണ് വിഭവാസിന്റെ രണ്ട് കൈൻഡ്സ് നമുക്ക് നോക്കാം. വിഭവാസ് എന്ന് പറഞ്ഞാൽ സ്റ്റിമുലസ് ആണ്, അതായത് സ്റ്റിമുലയാണ് നമ്മൾ ഒരു പെർഫോമൻസിലൂടെ ഓഡിയൻസിൽ കൊടുക്കുന്ന സ്റ്റിമുലേ. സ്റ്റോറി ആവാം, സ്റ്റേജ് ആവാം, അല്ലെങ്കിൽ അതിലെ ആക്ടേഴ്സ് ആവാം. ഓക്കെ, ഫോർ ദ അവേക്കനിങ് ഓഫ് സ്ഥായി. സ്ഥായി ദാറ്റ് ഇസ് ദ ലേറ്റന്റ് സെന്റിമെന്റ് ഇൻ ദ സ്പെക്ടേറ്റർ. അതായത് സ്പെക്ടേറ്ററിൽ ഒരു സെന്റിമെന്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ കൊടുക്കുന്ന കുറച്ച് സ്റ്റിമുലൈ, അതിനെയാണ് നമ്മൾ വിഭവാസ് എന്ന് പറയുന്നത്. സോ വിഭവാസ് മീൻസ് കർമ്മ ഓർ കോസ്. വിഭവാസ് ആർ ഓഫ് ടു കൈൻഡ്സ്, ആലംബന വിഭവ ഓർ ഉദ്ദീപന വിഭവ. ആലംബന വിഭവ എന്നും ഉദ്ദീപന വിഭവ എന്നും വിഭവാസിന് രണ്ട് കൈൻഡ്സ് ഉണ്ട്. സോ വിഭവ എന്താണ്? സ്റ്റിമുലൈ ആണ്. സ്റ്റോറിയിൽ, സ്റ്റേജിൽ ആക്ടേഴ്സ് കൊടുക്കുന്ന ഒരു ഇൻപുട്ട്, എവിടെ കൊടുക്കുന്ന ഓഡിയൻസ്, അതായത് കണ്ടുകൊണ്ടിരിക്കുന്ന കാണികൾക്ക് കൊടുക്കുന്ന ഒരു സ്റ്റിമുലസ് ആണ് വിഭവാസ് എന്ന് പറയുന്നത്. ആ വിഭവാസ് രണ്ട് കൈൻഡ് ഓഫ് ടു ടൈപ്സിലാണ് ഉള്ളത്. ദേ ആർ ആലംബന വിഭവ ആൻഡ് ഉദ്ദീപന. So what is Alambana Vibhava and what is Uddipana Vibhava? Alambana Vibhava is the basic stimulus capable of arousing the sentiments, whereas Uddipana Vibhava is the enhancing stimuli, the environment in which the basic stimulus is located. താഴെ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ വായിക്കുമ്പോൾ കൺസെപ്റ്റ് ക്ലിയർ ആവും. In the case of arousing the sentiment of pity or karuna rasa, the perception of an old weak woman on the stage is the ആലംബന വിഭവ. അല്പം ബേസിക് ആയിട്ട് കൊടുക്കുന്ന ഒരു സ്റ്റിമുലസ് ആണ് എന്തെന്ന് പറയുന്നത്, ഈ ആലംബന വിഭവ എന്ന് പറയുന്നത്. ഒരു സെന്റിമെന്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന ബേസിക് ആയിട്ടുള്ള സ്റ്റിമുലസ്. ഫോർ എക്സാമ്പിൾ ഒരു കരുണ രസയിൽ ഒരു കരുണ രസ നമ്മൾ കാണിക്കണമെങ്കിൽ സ്റ്റേജിൽ ഒരു ഓൾഡ് വീക്ക് വുമണിനെ പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആലംബന വിഭവ ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. And that of a thatched hut in which the old woman is lying and the surrounding atmosphere of neglect and poverty is the ഉദ്ദീപന വിഭവ. അപ്പോൾ ബേസിക് ആയിട്ട് കൊടുക്കുന്ന ആ ഒരു സ്റ്റിമുലസ്, ആ ഒരു ഓൾഡ് ലേഡി എന്ന് പറയുന്നത് ആലംബന വിഭവ ആണെങ്കിൽ ആ ഓൾഡ് ലേഡി നിൽക്കുന്ന എൻവയോൺമെന്റ്, ആ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഉദ്ദീപന വിഭവ. അതായത് എന്താ പറയുന്നത്, പോവർട്ടി സ്ട്രിക്കൺ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുക, ചെറിയൊരു ഹട്ട് കാണിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കുന്നതെല്ലാം തന്നെ ഉദ്ദീപന വിഭവയിൽ പെടുന്നതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദെൻ അനുഭവാസ്. The anubhavas or consequence means the effects following the rise of emotions. അപ്പൊ ഇമോഷൻസിന്റെ ഫലമായിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഇഫക്റ്റ് ആണ് അതിന്റെ കോൺസിക്വൻസ്, അതായത് അനുഭവാസ്. They are the deliberate manifestations of feelings on the part of actors. അപ്പം ആക്ടേഴ്സ് മനഃപൂർവ്വമായിട്ട് കൊടുക്കുന്ന ഫീലിങ്സ് ആണ് അനുഭവാസ് എന്ന് പറയുന്നത്. They consist of the various gestures and glances of the actors which are intended to develop the basic stimulus or the vibhavas. അപ്പൊ ഒരു ആക്ടർ കൊടുക്കുന്ന ജസ്റ്റേഴ്സ്, ഓരോ നോട്ടം അല്ലെങ്കിൽ ഓരോ ഭാവം എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഒരു ബേസിക് സ്റ്റിമുലസ് ക്രിയേറ്റ് ചെയ്യാൻ, ഈ ഒരു കോൺസിക്വന്റിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ജസ്റ്റേഴ്സ് ആണ്. And in the case of Sringara Rasa, the presence of a beautiful young girl on the stage is a vibhava and her movement and glances are the anubhavas. മനസ്സിലായെന്ന് കരുതുന്നു. അതായത് നേരത്തെ ഓൾഡ് ലേഡിയുടെ കേസ് പറഞ്ഞത് തന്നെയാണ്. അതായത് ഒരു ബ്യൂട്ടിഫുൾ ഗേളിനെ സ്റ്റേജിൽ പ്രസന്റ് ചെയ്യുന്നത് വിഭവ ആണെങ്കിൽ അനുഭവം എന്ന് പറയുന്നത് എന്താണ്? അതിന് വരുന്ന, അതായത് ആ പെൺകുട്ടിയുടെ മൂവ്മെന്റ്സ്, അതുപോലെ തന്നെ ഗ്ലാൻസസ്. ഓക്കെ, സോ ഇതൊക്കെയാണ് അനുഭവാസ് എന്ന് പറയുന്നത്. ദെൻ സാത്വിക് ഭാവാസ്. Sattvic bhavas are the involuntary expressions such as blushing, perspiration, നെടുവീർപ്പും അതുപോലെ തന്നെ ചുവന്ന് തുടുക്കുക, ഇങ്ങനെയൊക്കെ പറയുന്നത് ഇൻവോളണ്ടറി ആയിട്ട് വരുന്ന എക്സ്പ്രഷൻസ് ആണ്, ഒരിക്കലും മനഃപൂർവ്വം ചെയ്യുന്നതല്ല. പക്ഷെ നേരത്തെ പറഞ്ഞ കേസിൽ അത് മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഒരു എന്താ പറയുക, ഒരു ഇമോഷണൽ ഫ്ലേവർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്യുന്നതാണ്. പക്ഷെ സാത്വിക് ഭാവാസ് എന്ന് പറയുന്നത് ദേ ആർ ഇൻവോളണ്ടറി എക്സ്പ്രഷൻസ്, ബ്ലഷിംഗ്, perspiration, etc. And they arise as a result of experiencing and portrayal of the emotions. As a result of the joint operation of all these factors, the sthayi bhava, the latent sentiment, is aroused in the spectator and it becomes rasa. So ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് എന്തുണ്ടാവുന്നതെന്ന് പറയുന്നു, രസ ക്രിയേറ്റ് ചെയ്യുന്നത്. So this is expressed in Bharada's formula. വിഭവ, അനുഭവ, വ്യഭിചാരി, സംയോഗ, രസ, നിഷ്പതി. ഓക്കെ, വിഭവ, അനുഭാവ, വ്യഭിചാരി, സംയോഗ, രസ, നിഷ്പതി. Then
What are the elements of rasa? So Bharata Muni enunciated the 8 rasas in Natyashastra. സോ അദ്ദേഹം ഒരു 8 രസങ്ങളെ പറ്റി മാത്രമാണ് ഭരതമുനി നാട്യശാസ്ത്രയിൽ പറയുകയുണ്ടായത്. ഓക്കെ, ആൻഡ് ഈച്ച് രസ അക്കോർഡിംഗ് ടു നാട്യശാസ്ത്ര ഹാസ് എ പ്രിസൈഡിങ് ഡൈറ്റി ആൻഡ് എ സ്പെസിഫിക് കളർ. അപ്പൊ ഭരതമുനി പറഞ്ഞിട്ടുള്ള ഓരോ രസയ്ക്കും അതിൻ്റെതായിട്ടുള്ള പ്രിസൈഡിങ് ആയിട്ട് ഡൈറ്റി, ഗോഡസ് ഉണ്ട് അല്ലെങ്കിൽ ഗോഡ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു സ്പെസിഫിക് കളറും പറയുന്നുണ്ട്. ഇത് വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം, ഏതൊക്കെ രസയ്ക്ക് ഏതൊക്കെ ഡൈറ്റിയാണ്, അതിന്റെ സ്പെസിഫിക് കളർ എന്താണെന്ന് വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. ആൻഡ് there are 4 pairs of rasas. For instance, hasya arises out of Sringara, and the ore of frightened person is black and the ore of an angry person is red. So ഓരോ കളർ ഡെപിക്ട് ചെയ്യുന്നത് ഓരോ രസയെ ഡെപിക്ട് ചെയ്യാനാണെന്ന് അറിഞ്ഞിരിക്കാം. The first one is Sringara, love, attractiveness. Presiding deity is Vishnu and the color is green. Then Hasyam, laughter, mirth, comedy. The presiding deity is Ganesh and the color is white. Then you have Raudram, fury. The presiding deity is Rudra and the color is red. Then Karunyam, compassion or tragedy. Presiding deity is Yama and the color dove color. Then Bhivalsam, disgust or aversion. The presiding deity is Shiva and the color is blue. Then Bhayanaka, horror, terror. The presiding deity is Kala and the color is black. Veeram, heroic mode. The presiding deity is Indra and the color is whitish brown. Adbhudam, wonder, amazement. The presiding deity is Brahma and the color is yellow. സോ എത്രയാണ് രസസ്? അതായത് ഭരതമുനി നാട്യശാസ്ത്രയിൽ 8 രസങ്ങളെ പറ്റി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. വി ഹാഡ് സീൻ ഇറ്റ്: ശൃംഗാര, ഹാസ്യ, രൗദ്ര, കരുണ, ഭീവത്സ, ഭയാനക, വീരമൻ, അത്ഭുതം. സോ ലേറ്റർ ദ 9th രസ, ദ ശാന്ത, 9ാമത്തെ രസമായിട്ടുള്ള ശാന്ത ആഡ് ഓൺ ചെയ്തു. ഈ ഒരു നമ്മൾ നവരസം എന്നാണ് അറിയപ്പെടുന്നത്. സോ ഈ 8 രസങ്ങളുടെ കൂടെ, ഭരതമുനി പറഞ്ഞിട്ടുള്ള 8 രസങ്ങളുടെ കൂടെ 9ാമത്തെ ഒന്നും കൂടെ ആഡ് ചെയ്തു. ഈ 9ാമത്തെ രസം ആഡ് ചെയ്തത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വാസ് സജസ്റ്റഡ് ബൈ അഭിനവ ഗുപ്ത. ഇൻ അഡീഷൻ ടു ദ 9 രസാസ്, 2 more appeared later, especially in literature. They are Valsalya and Bhakti. Shantam, peace or tranquility, and the deity is Vishnu. The color is white. In addition to the 9 rasas, 2 more appeared later, especially in literature, and additional rasas are, as I said, Valsalya, parental love, and Bhakti, spiritual devotion. However, the presiding deities, the colors, and the relationship between these additional rasas have not been specified. Okay, then bhavas. സോ ഈ ഒരു ഭാവാസ് എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് ആയിട്ട് കുറച്ച് ഡോമിനേറ്റിംഗ് മൂഡ്സ് സെറ്റ് ചെയ്യുന്നുണ്ട്. ശൃംഗാരം എന്ന് പറയുന്ന ഇറോട്ടിക് രസ, രതി അല്ലെങ്കിൽ ലവ് എന്ന് പറയുന്ന ഒരു ഡോമിനന്റ് സ്റ്റേറ്റിനെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ ഹാസ്യ, കോമിക്. ഹാസ്യഭാവ, മിർത്ത്. ദെൻ രൗദ്ര, റീച്ച്. ക്രോധ, ആങ്കർ. അദ്ഭുത, മാർവലസ്. വിസ്മയ, അസ്റ്റോണിഷ്മെന്റ്. വീരം, ഹീറോയിക്. ഉത്സാഹ, എനർജി. ഭീവത്സ, ഓഡിയസ്. ജുഗുപ്സ, ഡിസ്കസ്റ്റ്. Then Bhayanaka, terror, bhaya, fear. Karunyam, pathos. Shoga, sorrow. Shantam, peace. Shantabhava, peace. Okay, then more facts. അപ്പം ഈ ഒരു തിയറി ബേസ്ഡ് ആയിട്ടുള്ള കുറച്ചധികം ഫാക്ട്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, അതുകൂടെ ഒന്ന് അറിഞ്ഞിരിക്കണം. Bharata says there is no object, no activity in dramaturgy which is devoid of rasa. അപ്പം എന്താ പറയുന്നത്, ഡ്രാമാറ്റോജിയെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് എന്താ പറയുന്നത്, രസം ഇല്ലാത്ത ഒന്നും നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. Abhinav Gupta also says that in drama it is rasa which runs through like a thread linking various aspects of aesthetics. Rasa theorists insist that rasa is the outcome of the harmonious blend of various elements like vibhava, anubhava and vyabhichari bhavas. Bharata's Natyashastra, the earliest literature on music and drama written somewhere around 500 BC, consists of 600 couplets in Sanskrit and spread over 36 chapters with the focus on dance and drama with music as an aid. Very important. Then the title is a combination of 2 Sanskrit words, that is Natya and then Shastra.
Natya denotes the technique of dance and drama, whereas the Shastra denotes science. In Rasadhyaya and Bhavadhyaya, the 6th and 7th chapters of Natya Shastra, Bharata develops the concepts of Rasa and Bhavas respectively. Very important. ഏത് ചാപ്റ്ററിലാണ് ഈ ഒരു കൺസെപ്റ്റ് വന്നതെന്ന് ചോദ്യം വരാം. രസാധ്യായ, ഭാവാധ്യായ, 6th and 7th chapters. Okay. Other aesthetics who try to elaborate the precise nature of the aesthetic emotions are Pattalolada, Shanguka, Bhattanyaka, then Abhinavagupta. Shanguka's theory is Anumidivada, the inference theory. Very important. Rasa is an effective theory founded by Bharata and developed by Abhinavagupta. Rasa is the very essence of all literature. Rasa is the aesthetic content of literary art, and it is the aesthetic relish which of the spectator enjoys. In Natya Shastra, Bhava is considered as the basis of Rasa. And in poetry, there are 4 kinds of representations. Vachika, imitation of speech. Aharya, imitation of costume. Angika, imitation of gestures. And Sattvika, imitation of psychic change. There are 8 STHAYIBHAVAS, 33 Vyabhichari Bhavas, and 8 Sattvic Bhavas. തിരിഞ്ഞു പോരുത്. 8 STHAYIBHAVAസും 8 Sattvic Bhavasum, then 33 Vyabhichari Bhavasumമാണ് ഉള്ളത്. STHAYIBHAVAS are permanent. Vyabhichari Bhavas are transitory. Then when Bhavas meet Rasas, STHAYIBHAVAS are produced. When Bhavas are alone, Vyabhichari Bhavas are produced. അപ്പോൾ ഇവിടെ ഓർത്തിരിക്കുക, സ്ഥായി ഭാവാസ് പെർമനന്റ് ആയിട്ടുള്ള മൂഡാണ്. വ്യഭിചാരി ഭാവാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് സപ്പോർട്ടീവ് ആയിട്ട്, സ്ഥായി ഭാവാസിന് സപ്പോർട്ടീവ് ആയിട്ട് വരുന്നതാണ്. ആൻഡ് ഇറ്റ് ഈസ് ട്രാൻസിറ്ററി. ദെൻ ഭാവയും രസയും ഒരുമിച്ചുണ്ടാവുന്നിടത്താണ് സ്ഥായി ഭാവാസ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. ദെൻ ഭാവാസ് ആർ എലോൺ, വ്യഭിചാരി ഭാവാസ് ആർ പ്രൊഡ്യൂസ്ഡ്. ഫോർ ഭരത there are 8 രസാസ്. ഭരത doesn't talk about the 9th രസ. അപ്പം ശാന്തരസയെ പറ്റി പറഞ്ഞത് അഭിനവഗുപ്തയാണെന്ന് ഓർത്തിരിക്കുക. Manmohan Ghosh translated Natya Shastra into English. Then in conclusion, in the Indian performing arts, a rasa is an emotion inspired in an audience by a performer. They are created, they are described by Bharata Muni in the Natya Shastra, an ancient work of dramatic theory. Rasas are created by bhavas, the gestures and facial expressions of the actors. Expressing rasa in classical Indian dance form is referenced to as rasa abhinaya. The Natya Shastra carefully delineates the bhava used to create each rasa. The theory of rasa still forms the aesthetic underpinning of all Indian classical dance and theatre, such as Bharatanatyam, Kathak, Kuchipudi, Odissi, Manipuri, Kudiyattam, Kathakali, and others. The expressions used in Kudiyattam or Kathakali are extremely exaggerated theatrical expressions. The opposite of this interpretation is Bala Saraswati's school of subtle and understated abhinaya of the Devadasis. There were serious public debates when Bala Saraswati condemned Rukmini Devi's puritanic interpretations and applications of Sringara Rasa. And the abhinaya of the Melatur style of abhinaya remains extremely rich in variations of the emotions, while the Pandanallur style expressions are more limited in scope. അപ്പം ഈ ഒരു രസ തിയറി വന്നതിന് ശേഷം ഈ രസയിൽ തന്നെ അതായത് നമ്മൾ പല പല ഭാവാസ് പറഞ്ഞിട്ടുണ്ട്. അപ്പം പല സ്കൂളുകളും ഇത് ഡെവലപ്പ് ചെയ്യുക, അതായത് അവരുടേതായിട്ടുള്ള രീതിയിൽ ഇതിനൊരു സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ മേലത്തൂർ സ്റ്റൈലും പാണ്ടനല്ലൂർ സ്റ്റൈലും ഒക്കെ ഇതിൽ പെടുന്നതാണ് എന്നറിഞ്ഞിരിക്കുക. ഇതിൽ വന്നേക്കുന്ന ഡിബേറ്റ്സ് കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, സോ രസ തിയറി അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ തന്നെ പ്രസന്റേഷനിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അടുത്ത പ്രസന്റേഷൻ തിയറി ആയിരിക്കും. സോ ഇതുവരെയും എൻ്റെ ചാനൽ കണ്ടിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. VHSE ക്ലാസ്സുകൾ ഉടനെ തന്നെ കംപ്ലീറ്റ് ചെയ്ത് പോകുന്നതായിരിക്കും. ലിറ്റററി തിയറി തുടങ്ങി ഇന്ന് ഫസ്റ്റ് ക്ലാസ് ആണ്. സോ ഇനി കണ്ടിന്യൂസ് ആയിട്ട് ലിറ്റററി തിയറി ക്ലാസ്സുകൾ തീർന്നതിന് ശേഷം മാത്രം പുതിയ ടോപ്പിക്സിലേക്ക് പോകുന്നതായിരിക്കും. താങ്ക് യു.